ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ നയന ആദർശിൻ്റെ പുതിയ അറിവിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അനിയും പിന്നെ അനിയുടെ അമ്മയും നയനയും കൂടി പിന്നെ നന്ദുവിൻ്റെ വീട്ടിൽ കല്യാണം പറയാനായിട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ കല്യാണം പറയുന്നതിന് എത്തിയിരിക്കുമ്പോൾ നമ്മുടെ അനിയുടെ അമ്മ പറയുന്നുണ്ട്, നന്ദുവിന് എന്ത് പറ്റിയെന്ന്. ആ കുട്ടി ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇപ്പോൾ എന്താ പറ്റിയെന്ന്, മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അറിയാൻ നയനമോൾ ഇവിടെ നിൽക്കുന്നതാണ് നല്ലത്, അവൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നാൽ മതി എന്നൊക്കെ നമ്മുടെ ഗോവിന്ദനോട് പറയുകയാണ്. ഗോവിന്ദനും നമ്മുടെ അനിക്കൊക്കെ കാര്യങ്ങൾ അറിയാം, എന്താണ് നന്ദുവിൻ്റെയും അനിയുടെയും പ്രശ്നങ്ങളെന്ന്. എന്നിട്ട് നന്ദുവിനെ ചെന്ന് നമ്മുടെ നയനെ കാണുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നീ ഞങ്ങൾ വന്നോന്നും അറിഞ്ഞില്ലേ, നീ എന്താ പുറത്തേക്ക് വരാത്തത്, നീ ഒന്ന് വന്നേ, നീ എന്തിനാ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ വാ, അവരെന്ത് വിചാരിക്കും എന്നൊക്കെ കരുതി നമ്മുടെ നന്ദുവിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നന്ദു പെട്ടെന്ന് അനിയെ കാണുമ്പോൾ രണ്ടുപേരും ഒത്തിരി വല്ലാണ്ടൊരു സങ്കടഭാവത്തോടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഗോവിന്ദൻ ശ്രദ്ധിക്കുന്നുമുണ്ട്. എന്നിട്ട് നമ്മുടെ അനിയുടെ അമ്മ പറയുന്നുണ്ട്, നീ നന്ദുവിനെ കല്യാണം ക്ഷണിക്കുന്നില്ലേന്ന്. അന്നേരം അനി പറയുന്നുണ്ട്, വിളിക്കാം എന്ന് പറഞ്ഞ് നന്ദുവിൻ്റെ അടുത്തേക്ക് അനി എഴുന്നേറ്റ് ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, നന്ദു എൻ്റെ കല്യാണമാണ്, നീ 2 ദിവസം മുന്നേ വരണം എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അനിയുടെ അമ്മ പറയുന്നുണ്ട്, മോളെ 2 ദിവസം മുന്നേ എന്നല്ലത്, ഇപ്പോൾ വേണമെങ്കിലും മോൾക്ക് വരാം എന്നൊക്കെ അനിയുടെ അമ്മ വളരെ കാര്യത്തോടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളിപ്പോൾ അങ്ങനെ പുറത്തോട്ടൊന്നും ഞാൻ ഇറക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ മോൾക്ക് കൂടുതലും ആൺകുട്ടികളുമായിട്ടാണ്, ബോയ്സുമായിട്ടാണ് കമ്പനി കൂടുതൽ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് പോയി അവരെ തല്ലാനൊക്കെ പോകും. അതുകൊണ്ട് ഞാനിപ്പം വീട്ടിൽ തന്നെ ഇരിക്കാൻ പറയുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്നൊക്കെ ഗോവിന്ദനും പറയുന്നുണ്ട്. എന്നിട്ട് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ അനിയും അനിയുടെ അമ്മ ഇറങ്ങിയാണ്. നയന നന്ദുവിൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്ന വെച്ചാൽ ഒരു സാരിയും കൊണ്ടൊരു ലേഡി വരുന്നുണ്ട് നമ്മുടെ അനന്തപുരി തറവാട്ടിൽ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ, നല്ല നല്ല സാരികളും കൊണ്ടാണോ വരവ്? അതെ ഞാൻ നല്ല സാരിയായിട്ടാണ് വരവെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സാരികളിങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ നമ്മുടെ കനക അവിടേക്ക് വരുന്നു. അപ്പോൾ കനക 1-2 സാരി എടുക്കുന്നുണ്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നിനക്ക് പറ്റിയൊന്നുമില്ല, നിൻ്റെ ക്യാഷ് ഉണ്ടോ കൊടുക്കാൻ കാശില്ലാതെ നീ എന്തിനാ വെറുതെ ഇതൊക്കെ നോക്കുന്നത്, അതിൻ്റെ ആവശ്യം നിനക്ക് എന്താ, നീ പിന്നെ ഇവിടെ നിൻ്റെ നോട്ടടി കേന്ദ്രങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാരി ഉണ്ടെന്ന് സ്ത്രീയോട് പറയുകയാണ്. ഇത് ഇവിടുത്തെ 2 മരുമക്കളുടെയും അമ്മയാണ് എന്നൊക്കെ ഒരു അധിക്ഷേപം പോലെ പറയുന്നുണ്ട്. അപ്പോൾ ഇതേക്കും ആദർശം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആദർശം നോക്കുമ്പോൾ കനക 2 സാരിയൊക്കെ എടുത്തിട്ട് തിരിച്ച് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മ അതെടുത്തു, അമ്മയ്ക്ക് ഇഷ്ടമായെങ്കിൽ അമ്മ എടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ ക്യാഷ് കൊടുത്തോളാം എന്ന് പറഞ്ഞ് ആദർശ് ഒരു സാരിയും കൂടി എടുത്ത് കനകയുടെ കൈക്ക് നേർക്ക് നീട്ടിയിരിക്കും. എന്നിട്ട് ആദർശിനെ പിന്നെ സാരിയുടെ പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ട് അതിനുശേഷം പിന്നെ ജലജ നോക്കുമ്പോൾ ജലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ജലജ നേരെ അകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ദേവയാനി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ദേവയാനിയോട് പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് ഇതുവരെ സാരിയൊന്നും ആദർശമോൻ മറ്റൊരു മാസത്തിലൊരിക്കൽ വാങ്ങി തരുന്നതല്ലേ, ഇപ്പോൾ ഒന്നും വാങ്ങി തരുന്നില്ലല്ലോ. അപ്പോൾ ഇതിനോട് പിന്നെ ദേവയാനി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ സാരിയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ തന്നെ എടുക്കാത്ത ഒത്തിരി സാരികളുണ്ട്. അതല്ല, അതേ സാരിയും കൊണ്ടുവന്ന് ആ പെണ്ണ് വന്നു, ആ കനകയ്ക്ക് ആദർശ് 3-4 സാരിയൊക്കെ എടുത്തു എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി ദേഷ്യത്തോടെ അങ്ങോട്ട് ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, അമ്മയ്ക്ക് മേഡത്തിനുള്ള സാരി ഇതാന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ പിന്നെ ആദർശ് പറയുന്നുണ്ട്, അമ്മയുടെ സാരി ഇതൊക്കെ, അത് ഞാൻ സാരി ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ പറയുന്നുണ്ട്, അത് ആദർശമോ 2 ദിവസം വിളിച്ചിട്ട് കളർ സഹിതം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഈ സാരികളൊക്കെ വേണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന്. ഇത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ജെയിനും അവിടെയുണ്ട്. അപ്പോൾ ജെയിൻ ആദർശിനോട് പറയുന്നുണ്ട്, നീ നയനയ്ക്കും കൂടി ഒരു സാരി വാങ്ങിയാൽ എന്താ? അപ്പോൾ പറയാം, അവളവിടെ ഇല്ലല്ലോ, ഇല്ലമ്മ ഉള്ള സമയത്ത് മേടിച്ച് കൊടുക്കാം. അപ്പോൾ അല്ല നയനെ, പിന്നെ നീ ഒരു സാരി മേടിച്ച് അവളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നതിലും തെറ്റൊന്നുമില്ല എന്നൊക്കെ നയനയോടും പറയാണ്. അപ്പോൾ നയനയ്ക്ക് പിന്നെ സാരി കൊടുക്കണമെന്നൊക്കെ നമ്മുടെ ആദർശിന് ആഗ്രഹമുണ്ട്, പക്ഷേ അമ്മയൊരു പേടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ദേവയാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ജയൻ ഇങ്ങനെ നയനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ജലജയ്ക്ക് ഇത് പിന്നെ ആദർശം അങ്ങനെ ചെയ്തു, അയ്യോ ആദർശം അവളുടെ അമ്മയ്ക്ക് ഇത്രയൊക്കെ മേടിച്ച് കൊടുത്തു എന്നുള്ളൊരു കുശുമ്പത്തിനും ജലജയ്ക്കും ഉണ്ട്. പിന്നെ നമ്മുടെ നവ്യ വരുമ്പോൾ പറയുന്ന, ഹായ് നല്ല സാരികൾ എന്ന് പറഞ്ഞ് നമ്മുടെ നവ്യ എല്ലാ സാരികളും ഇതെല്ലാം എനിക്ക് വേണം അബി. അപ്പോൾ അബിയും അവിടെ ഉണ്ട്. അബി ഇതെല്ലാം എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, അവൻ എവിടെ നിന്നാ കാശ്, നിൻ്റെ ഈ കൂത്തിനൊത്ത് ആടാൻ വേണ്ടി അവൻ്റെ കയ്യിൽ എന്താ നോട്ടടിയാണോ എന്ന് പറയുമ്പോൾ നമ്മുടെ ജയൻ പറയുന്നുണ്ട്, അതിന് കമ്പനിയിൽ നിന്ന് 50,000 രൂപ അവന് സാലറി കൊടുക്കുന്നുണ്ടല്ലോ, ഒരു ചിലവും ഇല്ലല്ലോ അവന്, മറ്റു ചിലവുകളൊന്നുമില്ല, ഭാര്യയ്ക്ക് ഒന്നല്ല ഒരു 10,000 സാരി വാങ്ങണമെങ്കിൽ അതിൽ നിന്ന് കൊടുക്കാം. അപ്പോൾ ആദർശ് പറയും, വേണ്ട എന്നാൽ ഞാൻ നവിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോ, ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പം പറയും, ഞാൻ ക്യാഷ് കൊടുത്തോളാം എന്ന് പറയുമ്പോൾ നമ്മുടെ ജയൻ പറയും, അത് വേണ്ട, അവന് പൈസയുണ്ട്, അപ്പോൾ അവൻ്റെ വേറെ ചിലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ അവൻ തന്നെയാണ് ആ കാശ് കൊടുക്കേണ്ടതെന്നൊക്കെ നമ്മുടെ ജയനും പറയുന്നുണ്ട്. അപ്പം അബി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജലജയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, നവ്യയ്ക്ക് സാരി, കനയ്ക്ക് സാരി, പിന്നെ മാത്രമല്ല ഇതൊന്നും ആവശ്യപ്പെടാതെ ഇഷ്ടമുള്ള 3 കളർ പറഞ്ഞ് അത് നല്ല രീതിയിൽ ഉള്ള 3 സാരി ദേവയാനിക്ക് ആദർശം ഓർഡർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതൊന്നും ഇഷ്ടപ്പെടാതെ ജലജ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ സാരിയുടെ ആളുടെ അടുത്ത് പിന്നെ സാരി കൊണ്ടുവന്ന ചേച്ചി പറയുന്നുണ്ട്, നമുക്ക് ഇതെല്ലാം ചേരുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കനക 3 സാരി എടുത്തിട്ട് ഇങ്ങനെ പറയുന്നത്, നോക്കൂ ഇതെൻ്റെ ആദർശമോ മേടിച്ച് തന്നതാണ്, അവൻ എനിക്ക് സാരി തന്നതാ എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തോടെ കനകയും കൊണ്ടുപോകുന്നുണ്ട്.
എന്നിട്ട് ദേവയാനിക്ക് ഈ ജയൻ പറഞ്ഞതിനോട് വലിയ യോജിപ്പൊന്നും ഇല്ലാതെ അവിടെ ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ടാബ്ലറ്റ് കഴിക്കാൻ വേണ്ടി മുത്തശ്ശൻ്റെ ടാബ്ലറ്റ് മുത്തശ്ശി എടുത്ത് കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഏതാണെന്ന് മുത്തശ്ശിക്ക് അറിയത്തില്ല. മുത്തശ്ശി പറയണം, അയ്യോ ഇത് ഏതെന്ന് അറിയത്തില്ലല്ലോ, ഇനി മോൾക്കല്ലേ അറിയാവൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ പറയാം, എന്നാൽ മോളോട് ചോദിക്കാമെന്ന് പറഞ്ഞ് മോളെ വിളിക്കുകയാണ്. അപ്പം പെട്ടെന്ന് നയന ഫോൺ എടുക്കുന്നുണ്ട്. എന്താ മുത്തശ്ശി? അപ്പോൾ പറയും, മുത്തശ്ശൻ്റെ രാവിലത്തെ മരുന്ന് ഏതാ മോളെ എന്ന് ചോദിക്കുമ്പോൾ നയന വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ശരിയെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, പണ്ട് കൊച്ചുമക്കളുടെ എന്തെങ്കിലും ഒന്ന് കാണാതെ അല്ലെങ്കിൽ അവരുടെ പിണക്കങ്ങളോ അല്ലെങ്കിൽ അവരെ ഒന്ന് താലോലിക്കാതെ ഒന്നും ഞാൻ രാത്രി കിടക്കാറില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കവരെ കാണണം. പക്ഷേ ഇപ്പോൾ അതേ സ്ഥാനത്താണ് നയന മോളും വന്നിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ആ നയന ഇപ്പോൾ ഇവിടെ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ മോള് പോകാൻ ഇറങ്ങുമ്പോഴും ഒക്കെ ഞാനത് തടസ്സപ്പെടുത്തി നിൽക്കുന്നത്. നയന എന്ന് പറയുന്നത് നമ്മുടെ ഈ വീട്ടിൻ്റെ ഒരു ഐശ്വര്യം തന്നെയാണ്, ലക്ഷ്മി ദേവിയാണ്. അപ്പോൾ അവൾ എല്ലാ കാര്യങ്ങളും ആർക്കും ഒരു ഡൈനിങ് ടേബിളിൽ തന്നെ ആഹാരം വിളമ്പിയാൽ പോലും അതിൽ നല്ല സ്വാദുണ്ടാവും. അത്രത്തോളം നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണ് എൻ്റെ നയനമോൾ എന്നൊക്കെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. മുത്തശ്ശിയും മുത്തശ്ശനും തമ്മിൽ നമ്മുടെ നയനയെ വലിയ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ അടുത്ത ഭാഗമെന്ന് പറയുന്നത്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് തരണം, കമൻറ്റ് തരണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു.